നിങ്ങളെല്ലാവരും അങ്ങ് അള്ളാഹുവിനെ നിഷേധിച്ചു എന്നിരിക്കട്ടെ. ഫസയഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ നിഷേധിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ അള്ളാഹു നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോവുകയും അള്ളാഹു സ്നേഹിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന വേറൊരു വിഭാഗത്തെ അള്ളാഹു പകരം ഇവിടെ കൊണ്ടുവരും. പകരം അള്ളാഹു കൊണ്ടുവരും. അങ്ങനെ അള്ളാഹുവിന് ചെയ്യാം. ഇനി എല്ലാവരും അങ്ങ് ദൈവനിഷേധികളായി എന്നിരിക്കട്ടെ. ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനറിയാം ദൈവനിഷേധികളെ ഒരുപാട് നേരം അള്ളാഹു നീട്ടിക്കൊണ്ടുപോകും. ചില ഖൈറുകളുണ്ടതിൽ. അബൂജഹൽ എന്ന് പറയുന്ന ഫിർഔനു ഹാദിഹിൽ ഉമ്മ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളിൽ വെച്ച് ഏറ്റവും കൊടിയ ശത്രുവായ അബൂജഹലിൻ്റെ മുതുകിൽ നിന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സ്വഹാബി ഉണ്ടായത് ഇതേ അബൂജഹലിൻ്റെ തടിയിൽ നിന്നാണ്. ഇക്രിമത്തു ഇബ്നു അബീ ജഹൽ, ഇക്രിമ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിനത് ചെയ്യാൻ പറ്റും. വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന ദൈവനിഷേധിയുടെ മുതുകിൽ നിന്നാണ് ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ചുണക്കുട്ടിയായ നേതാവുണ്ടായി വന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു തആല ഒരുപക്ഷേ അവൻ്റെ ശത്രുക്കളെ നീട്ടിക്കൊണ്ടുപോകുന്നത് പടച്ചവനില്ല എന്ന് പറയുന്ന നാസ്തികത വിളിച്ചു പറയുന്നവരുടെ കുടുംബത്തിൽ അവരുടെ മുതുകിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മക്കളെ അള്ളാഹുവിന് കൊണ്ടുവരാൻ കഴിയും. അത് എത്രയാണ് നമ്മൾ കാണുന്നത്? എത്രയാണ് ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ കള്ളവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വീട്ടിൽ അവരുടെ മക്കളിൽ അള്ളാഹു കലിമത്തു ഷഹാദ ചൊല്ലിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം എത്ര മനോഹരമാണെന്ന് വാപ്പാക്ക് തിരിച്ചറിയാൻ കഴിയാത്തിടത്ത് മക്കൾക്ക് അള്ളാഹു അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഹലീമാണ്. അള്ളാഹു ഹലീമാണ്.